അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലതഹി ലതി യദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ഇറാനും ഇസ്രായേലും തമ്മിൽ, അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധങ്ങൾ അത് തുടരും എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്തകളിലും മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ചില രാജ്യങ്ങളൊക്കെ അതിൽ ഇടപെട്ടു, പക്ഷെ അത് വിജയിച്ചില്ല. വീണ്ടും ആ ചർച്ചകൾ തുടരുന്നു എന്ന് അവരറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലാണ് നമ്മളൊക്കെ. നമ്മളെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ജീവിക്കുന്ന പല മനുഷ്യരും ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധികളെ നമുക്ക് ക്ഷമയോടെ നേരിടാൻ സാധിക്കണം. അതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കേണ്ടവർ നമ്മൾ തന്നെ ആയിരിക്കും. അവിടങ്ങളിലൊക്കെ ക്ഷമയോടെ അത് കാണുക എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഒരു ഉത്തരവാദിത്വമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, മഹാനായ അബ്ദുല്ലാഹി ഖബ്ബാബ് അറത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പുതപ്പ് ധരിച്ച് ആ കഅബയുടെ തണലിൽ ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു പരാതി പറഞ്ഞു, ഒരാവലാതി. അള്ളാഹിൻ്റെ റസൂലിനോട് ഞങ്ങൾ പറഞ്ഞു, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ, അള്ളാഹിൻ്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ലേ? അപ്പം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞെന്താന്ന്, ഖദ് കാന മൻ ഖബലക്കും യൂഖദു റജുലു ഫയുഗ്ഫറു ലഹു ഫിൽ അർളി ഫയുജ്അലു ഫീഹാ. എൻ്റെ സ്വഹാബിമാരെ, നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്ന് എനിക്കറിയാം. കാരണം എന്താ, മക്ക ജീവിതകാലത്ത് ഹിജ്റ പോകുന്നതിൻ്റെ മുമ്പുള്ള ഒരു സംഭവമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും പീഡിപ്പിക്കപ്പെടുമ്പോൾ വിശുദ്ധമായ കഅബ തവാഫ് ചെയ്യാൻ പോലും അനുവദിക്കപ്പെടാത്ത, അപ്പോൾ പോലും പരിഹാസവും അക്രമവും പീഡനങ്ങളും ഏൽക്കേണ്ടി വരുന്ന ഒരു സമൂഹമാണ് ഈ ഒരു പരാതിയുമായി റസൂലുള്ളാഹി തങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞെന്താ അറിയോ, നിങ്ങളെ മുൻഗാമികളിൽ ചില ആളുകളുണ്ടായിരുന്നു. എന്താണ്? അവർ വിശ്വാസികളായതിൻ്റെ പേരിൽ അവരെ പിടിച്ച് മണ്ണിൽ കുടിച്ച് മൂടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അഥവാ ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് തലൻ്റെ മുകളിൽ വെച്ചിട്ട് 2 പൊളിയായി പൊളിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മുൻഗാമികൾക്ക്. 2 പൊളിയാക്കും മനുഷ്യരെ. മാത്രമല്ല, യുംഷതു ബി അംശാത്തിൽ ഹദീദി മാ ദൂന ലഹ്മിഹി ഖൽമിഹി, അഥവാ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് ആകെ ഇങ്ങനെ വാരും. എന്നിട്ടോ എല്ലിൻ്റെ മുകളിൽ നിന്ന് ആ ഇറച്ചി ഇങ്ങനെ നീങ്ങി വരും.
അങ്ങനെയും ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മുൻഗാമികൾ. ഇതൊക്കെ അവരേറ്റുവാങ്ങിയത് എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു തആലയുടെ ദീനിൻ്റെ വക്താക്കളായി അവർ മാറി എന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹദൽ അംറ ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദർമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ് വസ്സിബു അലാ ഗനമിഹി വലാകിന്നകും തസ്തഅജിലൂൻ. ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നേരിടുന്നത് മായസുദ്ധവു ദാലിക്കൻ ദീൻ, അവരെ ദീനിൽ നിന്ന് അവരെ മാറ്റാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെട്ടപ്പോൾ, ആ ദീനിൽ നിന്ന് അവർ മാറാതെ വന്നപ്പോൾ അവരെ ചെയ്ത അക്രമങ്ങളാണ്, പീഡനങ്ങളാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കൊക്കെ ഇതിൽ നിന്നൊക്കെ മാറി, ഇതെല്ലാം മാറി ഒരു നല്ല ഒരവസ്ഥ നിങ്ങൾക്ക് വരും. ഏതാണ് അവസ്ഥ? സൻആയിൽ നിന്ന് ഒരു യാത്രക്കാരൻ വളരെ സുരക്ഷിതനായി ഹദർമൗത്ത് വരെ ഒരു പേടിയും കൂടാതെ ഒറ്റക്ക് യാത്ര പോകുന്ന ഒരു കാലം വരും. ലാ യഖാഫു ഇല്ലല്ലാഹ്, അല്ലാഹനെ മാത്രം ഭയപ്പെട്ടാൽ മതി, അല്ലാഹനെ മാത്രം ഭയപ്പെട്ടാൽ മതി. ആടിനെ ചെന്നായ കടിക്കുമോ എന്ന് നോക്കിയാൽ മതി. പക്ഷേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരാനുണ്ട്, പിന്നെന്തിനാ നിങ്ങൾ ധൃതി കാണിക്കുന്നത്? വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണല്ലോ. നിങ്ങൾ എന്തിന് ധൃതി കാണിക്കുന്നു? ഇങ്ങനെയുള്ള സംരക്ഷണം നിങ്ങൾക്ക് വരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്തിനെ പഠിപ്പിച്ചു. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസാണ്. അപ്പം അക്രമങ്ങളോ അതുപോലെയുള്ള പ്രയാസങ്ങളോ വരുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകരുത്, അല്ലെങ്കിൽ നിങ്ങൾ അവിവേകികളായി പോകരുത്. അതൊക്കെ അതിൽ നിന്നൊക്കെ മാറി നല്ല ഒരവസ്ഥ വരുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരുന്ന് അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണത്തിൽ നിങ്ങൾ പ്രതിഫലം ആഗ്രഹിക്കുകയാണ് വേണ്ടത് എന്നാണ് സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയത്. നമുക്കിപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. യുദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറി നല്ലൊരവസ്ഥയിലേക്ക് നമ്മൾ വരും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ കഴിഞ്ഞുകൂടേണ്ടത്. അല്ലാഹു തആല യുദ്ധങ്ങളിൽ നിന്നൊക്കെ മോചനം നൽകി സമാധാനത്തിൻ്റെ ഒരവസ്ഥ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലാഹു തആല വർഷിപ്പിക്കട്ടെ. എല്ലാ ആളുകൾക്കും അല്ലാഹു ദയയും അതുപോലെ സ്നേഹവും അല്ലാഹു കൊടുക്കട്ടെ. അക്രമികൾക്കൊക്കെ അവർ അക്രമത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു മനസ്സ് അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ ദുരിതങ്ങളെ തൊട്ടും പരീക്ഷണങ്ങളെ തൊട്ടും നമ്മളെല്ലാവരെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.